കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1751. സോ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നാണെന്ന് വീഡിയോ ചെയ്യുന്നത്. സംഭവം വേറൊന്നും കൊണ്ടല്ല, നല്ല പനിയായിരുന്നു. ഒന്ന് തല പോലും പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കുന്നത്. പിന്നൊരു കാര്യം, ഇതെല്ലാം ഞാൻ പോസ്റ്റിൻ്റെ അത്, അതായത് യൂട്യൂബ് പോസ്റ്റിൻ്റെ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാം ചെക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇനി അധികം കുഴപ്പമൊന്നും കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വലിയ കുഴപ്പമൊന്നുമില്ല, ഇനിയും കുഴപ്പമില്ലാതിരിക്കട്ടെ. എന്തായാലും നമുക്ക് അധികമൊന്നും സമയം കളയാതെ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. ചാപ്റ്ററിൻ്റെ പേര് ദാറ്റ്സ് ഇനഫ് ഐ ഗോട്ട് ദിസ് എന്നാണ്. ചാപ്റ്ററിൻ്റെ കവർ പേജിലാട്ടെ നമ്മുടെ യാമറ്റോ ഗുസ്തി പിടിക്കുന്നതാണ് കാണുന്നത്. പിന്നെ കാണുന്നത് കാശി എന്ന് പറഞ്ഞൊരു ജയൻറ്റ് കിടന്ന് പറയുന്നതാണ്, ക്യാപ്റ്റൻസ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്, എൽഡർ ജാർൽ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയുള്ള വാരിയറാണ്. പുള്ളിക്കാരൻ ഒരു ലിവിങ് ലെജൻഡാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ടല്ലേ വളർന്നത്. കാശി, നീ പറഞ്ഞു തന്നെയാണ് ശരി. പുള്ളിക്കാരൻ നമ്മുടെ എല്ലാവരുടെയും ഐഡിയലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഇന്ന് നിലവിൽ ഒരു ബ്രോക്കൺ ഓൾഡ് മാനാണ്. പുള്ളിക്കാരനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അതെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനിന്ന് ഡിഫീറ്റ് ചെയ്ത് ഞങ്ങൾ അവനിന്ന് കൊന്ന് എൽബഫിൻ്റെ പുതിയ രാജാക്കന്മാരാകാൻ പോകുവാണ്. എന്നിട്ട് ഒരു പുതിയ ഇറ തന്നെ ക്രിയേറ്റ് ചെയ്യും, ഒരു വാറിൻ്റെ ഇറ. അതായത് സ്ട്രോങ്ങസ്റ്റ് ആയുള്ള ആൾക്കാർ റൂൾ ചെയ്യുന്ന ഒരു പുതിയൊരു ഇറ. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? എൽഡർ ജാർലിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറ്റി? കാശി, ബാക്കിലേക്ക് പോവാ. അവർ നമ്മൾ ഉദ്ദേശിച്ച ആളെയല്ല, അവർ മറ്റൊരു ഡീമനായി കഴിഞ്ഞിരിക്കുക. അവർ പ്യുവർ ഡീമനാണ്. പെട്ടെന്നാണ് നമ്മുടെ കാശിനെ വിളിക്കാൻ വന്ന ആ ഒരു ടോൾ മാൻ എന്ന് പറയുന്ന ഒരു ജൈനിൻ്റെ താഴത്തും ആ ഒരു സംഭവം വരുന്നത്, അതായത് ആ ഒരു സർക്കിൾ വരുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജപ്പാനിലൊക്കെ മെയിനായിട്ട് കളിക്കുന്ന ഒരു ഗെയിമുണ്ട്. ഗെയിമിൻ്റെ പേര് കറക്റ്റ് അറിഞ്ഞൂടാ, ഇത് ചെസ് പോലൊക്കെ തന്നെയാണ്. സോ ഇതിൻ്റെ അകത്ത് ഓരോ നമുക്ക് ഇങ്ങനെ മറിച്ചിടാൻ സാധിക്കും. അതേപോലെ ഒരു മറിച്ചിടുന്നതാണ്. ആ മറിച്ചിടുന്ന കായിനാണ് ഈ ടോൾമാൻ എന്ന് പറയുന്ന ജയൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് പുള്ളിക്കാരൻ ഒരു വലിയൊരു ഡീമൺ ജയൻ്റായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാവരും ബാക്കിയുള്ള ജയൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുവാണ്. ഇങ്ങനെ പോയത് ശരിയാകത്തില്ല, ഗബാനെ ഡിഫീറ്റ് ചെയ്തു നമുക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? പെട്ടെന്ന് തന്നെ റിപ്ലൈ പറയുന്നുണ്ട്, കൊളർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ്, ഞാനിതാ വരുന്നു. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള പിള്ളേരൊക്കെ ഉറങ്ങുവാണല്ലോ, അതായത് അവരുടെ ബോധം പോയില്ല. അവർ ചെറുതായിട്ട് സ്വപ്നവും കാണുന്നുണ്ട്, അതായത് ദുസ്വപ്നവും കാണുന്നുണ്ട്. അവരുടെ സ്വപ്നത്തിൽ നിന്ന് വീണ്ടും ഡെവിൽസ് ജനിക്കാൻ തുടങ്ങും. ഈ ഒരു സമയത്താണ് ക്യുലിംഗം പുള്ളിക്കാരൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നേരത്തെ മരിച്ചുപോയ എല്ലാ മോൺസ്റ്റേഴ്സിനെയും പുള്ളിക്കാരൻ വീണ്ടും ജീവനോടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മൾ ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട ഒരാൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെല്ലാം കത്തിക്കയറാൻ പോകുമായിരിക്കും. സോ എല്ലാം തന്നെ നശിപ്പിച്ചോ, നിങ്ങളുടെ കണ്ണിലുള്ള എല്ലാം തന്നെ നശിപ്പിച്ചോ. എൽബഫ് നിങ്ങളുടേതാണ്, നിങ്ങൾ വേണം ഈ എൽബഫിനെ കാൽ ചോട്ടിലേക്ക് കൊണ്ടുവരാനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യുലിംഗത്തിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ തൻ്റെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് ഫോമിലാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ നാമി കടന്ന് പറയുന്നുണ്ട്, അവർ വീണ്ടും വരുവാണോ? നമ്മുടെ ജിംബയും പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് കൈവിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഉസോപ്പ് കിടന്ന് കാറുന്നുണ്ട്, മാസ്റ്റർ ഡോറി, മാസ്റ്റർ ബ്രോഗി, താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ നാടാണ്, നിങ്ങൾ കളിച്ചു വളർന്ന നാടാണ്, ഇത് നിങ്ങൾ നശിപ്പിക്കാൻ പാടുണ്ടോ? കണ്ണു തുറക്കുന്നു പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കിടന്ന് കരയുവാണ്. അതായത് എന്തൊക്കെ പറഞ്ഞിട്ടും അവർ രണ്ടുപേരും ഇതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഈ സമയത്ത് കുറച്ചധികം ജയൻസ് ആ പിള്ളേരെ രക്ഷിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കൂടിയും അവരെ കൊണ്ട് കഴിയുന്നില്ല. അവർ പറയുന്നുണ്ട്, സോ ഇതുകൊണ്ടായിരിക്കും സോളിനും അവരെ രക്ഷിക്കാൻ സാധിക്കാഞ്ഞത്. കാര്യം ആ ഇൻവിസിബിൾ ആയുള്ള ത്രോൺസ്, നമ്മുടെ ഷോമേഴ്സിൻ്റെ ത്രോൺസ് ആ പിള്ളേരെ രക്ഷിക്കുന്നുണ്ടല്ലോ, അതായത് പിള്ളേരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ജയൻസിന് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തത്. മൈലോഡ്, നമ്മൾ ഇനിയും എത്രത്തോളം മുന്നോട്ട് പോകേണ്ടതായിട്ട് ഇരിക്കുന്നു? ഓൾറെഡി ഇതെല്ലാം നമ്മുടെ കീഴിൽ തന്നെയായിട്ടുണ്ട്. നൈറ്റ്മേഴ്സ് ആവട്ടെ എല്ലാം തന്നെ വലിച്ചു പറിക്കുന്നുണ്ട്. പക്ഷേ അവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയാൻ നേരത്ത് അവരെ തന്നെ വലിച്ചു കീറാൻ തുടങ്ങും. മുന്നോട്ട് തന്നെ പോട്ടെ, എല്ലാം ഷാറ്റർ ചെയ്യുന്നവരെ. ഷാറ്ററോ? എന്ത് ഷാറ്റർ ചെയ്യുന്നവരെ? സ്പിരിറ്റ് ഓഫ് ദി എൽബഫ്. ഇവിടെ എല്ലാം തന്നെ തകർന്ന് നാശമാക്കണം. ഒരാൾക്ക് പോലും ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല. അത്രത്തോളം അനുസരണ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാര്യമാണ്. അതായത് നമ്മുടെ ചോപ്പർ മറ്റൊന്നും ചിന്തിക്കാതെ ഗബാൻ താഴത്തേക്ക് വീഴുന്ന കാണാൻ തന്നെ ഗബാനെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടുന്നുണ്ട്. അവൻ നന്നായിട്ട് തന്നെ ടെൻഷൻ അടിക്കുന്നുണ്ട്. കാര്യം അവന് ഒന്നും വിചാരിക്കാതെയാണ് താഴത്തേക്ക് ചാടുന്നത്. അങ്ങനെ തൻ്റെ ഗാർഡ് പോയിന്റ് യൂസ് ചെയ്ത് ഗബാനെ രക്ഷിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് വന്ന് വീഴുവാണ്. ഈ സമയത്ത് ഹജുറുദ്ദീനും ലോക്കിയും കിടന്ന് വഴക്കിടുന്നുണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ ഒക്കെ പേരും പറഞ്ഞു. പെട്ടെന്നായിരുന്നു നമ്മുടെ ലൂഫി പറയുന്നത്, അത് ചോപ്പറല്ലേ താഴത്തേക്ക് വന്ന് വീണത്? അതെ, അത് ആരും വന്ന് താഴത്തേക്ക് വീണിട്ടുണ്ട്, എനിക്കത് നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. അല്ല, അത് ചോപ്പറാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായെന്ന് നമ്മുടെ ലൂഫിയും ചോദിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഹജുറുദ്ദീൻ പറയുകയും ചെയ്യും, അത്രയും മുകളിൽ നിന്ന് താഴത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും സീൻ കാണും.
സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവനെ പോയി കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ലോക്കി ഗർഡിനെ ഗോൾഡ്ബർഗിനെ ഒന്ന് കയ്യിലെടുക്കാൻ നോക്കുന്നുണ്ട്, അതായത് ജൂവൽസ് ഒക്കെ കൊടുത്തുകൊണ്ട്. പക്ഷേ അവരതായിട്ട് സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ലോക്കിക്ക് ആ ഒരു കോൾ വരുന്നത്. അവൻ പറയുന്നുണ്ട്, മോസ നീ എന്തിനാണ് ഇപ്പോൾ വിളിച്ചത്? ഇപ്പം ഞാൻ സംസാരിക്കാൻ വേണ്ടി നേരത്തെ അല്ല നിൽക്കുന്നത്. പക്ഷേ പെട്ടെന്ന് പുള്ളിക്കാരൻ ഒന്നും പറയാതെ സംസാരിക്കാൻ തുടങ്ങും. ലോക്കി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്, ഞാൻ എല്ലാം പെട്ടെന്ന് പറയും, തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയാനേ നിൽക്കണ്ട. എൻ്റെ കൈ ഇവിടെ മുഴുവൻ ഇച്ചിരി പ്രശ്നത്തിൽ നിൽക്കുവാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. ഇതെല്ലാം നമ്മുടെ ഗർഡും ഗോൾഡ് വർക്കൊക്കെ കേൾക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ലോക്കി എനിക്ക് ഇത് നേരത്തെ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇനി എനിക്ക് കുറച്ച് നേരത്തേക്ക് എന്തായാലും ഈ ഒരു സ്നേഹിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലോക്കി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ആദ്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്, പക്ഷേ അതിന് മുമ്പ് നമ്മുടെ ഈ കോൺവെർസേഷൻ, നമ്മുടെ ഈ എക്സ്പീരിയൻസ് എല്ലാം എന്തോന്നും വലുതാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിന്നോട് നന്ദി പറയാനുണ്ട്. ഈ സമയത്ത് ലോക്കി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന്. ഇല്ല, നീ എന്തെങ്കിലും കാണിച്ചോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്, നീ ചെയ്ത എല്ലാത്തിനും താങ്ക്സ്, വളരെ താങ്ക്സ്. മോസ നീ എന്താണ് ഈ പറയുന്നത് പെട്ടെന്ന് ആ കോൾ കട്ടാകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ലോക്കി കിടന്ന് കാറുന്നുണ്ട്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരാളുടെ പോലും ഈ കാര്യം പറഞ്ഞു പോകരുത്. ഈ മോസ് എന്ന് വിളിക്കുന്നത് ലോക്കിയുടെ ഒരു ഫ്രണ്ടിനെയാണ്. പുള്ളിക്കാരനെ ലോക്കി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഇവൻ ആരും നേരിട്ട് കണ്ടിട്ടില്ല. സോ ഈ ഒരു സ്നേഹിൽ വെച്ച് സംസാരിക്കുന്നത് മാത്രമുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്താണ് നമ്മുടെ ഹജുദ്ദീനൊക്കെ ഓടി വരുന്നത്. ഗർഡ്, യാസാനാണ്, പുള്ളിക്കാരൻ ഇച്ചിരി പ്രശ്നമുണ്ട്, ഒന്ന് പെട്ടെന്ന് നോക്കിക്കേ. ഓ ഇങ്ങനെയായിരുന്നോ? ഇങ്ങനെയും ഞാൻ നേരത്തെ കണ്ടായിരുന്നു. ചോപ്പർ, നീയാണല്ലോ ഇവനെ സേവ് ചെയ്തത്, എന്തായാലും നന്നായി. പെട്ടെന്നാണ് ലൂഫി ഞെട്ടിത്തിരിച്ച് വന്നത്. കാര്യം അപ്പോഴാണ് ലൂഫി ഇതെല്ലാം അറിയുന്നത്. അതായത് ഇദ്ദേഹം നമ്മുടെ പൈററ്റ് കിങ്ങിൻ്റെ ക്രൂവിലുള്ള ഒരാളാണെന്ന്, അതായത് റോജറിൻ്റെ റെയിലിയുടെ ഒക്കെ കൂടെയുള്ള ഒരാളാണെന്ന് പുള്ളിക്കാരൻ അപ്പോഴാണ് അറിയുന്നത്. ഈ ഒരു സമയത്ത് ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ പുള്ളിക്കാരെന്ന് അറിയപ്പെട്ടെന്ന്, പുള്ളിയും റെയിലും അറിയപ്പെട്ടിരുന്നത് പൈററ്റ് കിങ്ങിൻ്റെ വിങ്സ് എന്നായിരുന്നു. അത് മാത്രമല്ല പുള്ളിക്കാരൻ 3rd സ്ട്രോങ്ങസ്റ്റ് മെമ്പർ കൂടിയാണ്. അപ്പോൾ സോറ പറയുന്നുണ്ട്, സോ വെറുതെ അല്ല, പുള്ളിക്കാരൻ കുറച്ച് ടഫായിരുന്നു. സോ ഷാങ്സിനെ അറിയുമായിരിക്കുമല്ലേ? ഈ ഒരു സമയത്താണ് ഹജറുദ്ദീൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മുടെ ഗബാൻ അനങ്ങാൻ തുടങ്ങും. പക്ഷേ പുള്ളിക്കാരൻ പെട്ടെന്ന് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഞാൻ തേർഡല്ലായിരുന്നു, ഞാൻ സെക്കൻഡായിരുന്നു. അല്ലേ യാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? അല്ല, താങ്കളുടെ ആർക്കാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? പെട്ടെന്ന് ചോപ്പാർ പറയുന്നത്, നിങ്ങളൊന്നും കേട്ടില്ലല്ലേ ലൂഫി, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ പിള്ളേരെ, അതായത് ഇവിടുത്തെ പിള്ളേരെ എല്ലാവരും ഹോസ്റ്റേജാക്കി എടുത്തിട്ടുണ്ട്. കുറേയധികം എനിമീസ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരുടെ മുകളിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ എത്രയും പെട്ടെന്ന് അവിടെ ആവശ്യമുണ്ട്. പെട്ടെന്നായിരുന്നു വീണ്ടും ഒരു ഹാക്കിയുടെ ക്ലാഷ് അവിടേക്ക് വരുന്നത്. ഇത് കാണാൻ നേരത്ത് തന്നെ യാസാനും സോറയും സാഞ്ചി ബക്ല ജൈൻസും എല്ലാം ഞെട്ടിത്തിരിച്ചു പോകും. കാര്യം അത്രത്തോളം പവറുണ്ട് ഈ ഒരു ഹാക്കിനെ നമ്മുടെ യാസൻ, അതായത് ഗവൻ റെക്കഗ്നൈസ് ചെയ്യുന്നതുകൊണ്ട്. ഹജറുദ്ദീൻ പറയുന്നുണ്ട്, നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ സൺ റിലത്തിലേക്ക് പോകണം. എൽബഫ് ഇപ്പോൾ ഡേഞ്ചറിലാണുള്ളത്. ചോപ്പർ മതി, എനിക്കെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ലോക്കി പൊട്ടിച്ചിരിച്ചോട്ട് കിടന്ന് പറയുന്നുണ്ട്, സോ ആരുടേതായിരിക്കും അത്രയും റിഡിക്കുലസ് ആയിട്ടുള്ള ആ ഒരു ഹാക്കി? എന്തായാലും നിങ്ങൾക്ക് എൻ്റെ പവറും ആവശ്യമുണ്ടല്ലേ? അങ്ങനെ അവരെല്ലാവരും സൺറിലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത വീക്ക് ബ്രേക്കാണ്. ഇനി എന്തായാലും നമുക്ക് അടുത്ത ആഴ്ചയായിരിക്കും വൺ പീസിൻ്റെ ചാപ്റ്റർ കിട്ടാൻ പോകുന്നത്. ലാസ്റ്റ് വീക്ക് നമുക്കൊരു പനി അടിച്ചുകൊണ്ടാണ് നമുക്ക് സ്പോയിലേഴ്സിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തവണ നമ്മൾ അതെല്ലാം ചെയ്യുന്നതായിരിക്കും. സോ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.